ലിവ് ഗോൾഫിൽ നിന്നും സൗദി അറേബ്യ പിൻവാങ്ങുന്നുവെന്ന വാർത്തയാണ് പോയ വാരത്ത് കായിക ലോകത്തേറെ ശ്രദ്ധ നേടിയത്. സൗദി അറേബ്യ മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച മേഖലയായിരുന്നു ഗോൾഫ്. എന്നാൽ ഇപ്പോൾ US-ഉമായി തെറ്റിപ്പിരിഞ്ഞ് ഈ പദ്ധതിയിൽ നിന്നും സൗദി അറേബ്യ പിന്മാറുവാനുള്ള കാരണങ്ങൾ എന്താണ്? അതോടൊപ്പം അതിന് കാരണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF വലിയ നിക്ഷേപം നടത്തിയ കായിക മേഖലയായിരുന്നു ഗോൾഫ്. അതിലേക്ക് സൗദി അറേബ്യക്ക് എന്ത് കാര്യം എന്ന സംശയമുണ്ടാകാം. PGA ടൂറാണ് ഗോൾഫിലെ പ്രൊഫഷണൽ വേദി. അതിന്റെ ഓഹരി സ്വന്തമാക്കാൻ സൗദി കിരീടാവകാശിക്ക് കീഴിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ സൗദിയാണ് കൊടുക്കരുതെന്ന നിലപാടിലായിരുന്നു US-ലെ കോൺഗ്രസ്. അതിനെ പരാജയപ്പെടുത്തിയത് LIV ഗോൾഫ് എന്ന പേരിൽ പുതിയ ഗോൾഫ് ലീഗ് തുടങ്ങിയാണ്. എന്നിട്ട് സൗദിയുടെ ഈ ഗോൾഫ് ക്ലബിലേക്ക് PGA ടൂറിലെ പ്രധാന കളിക്കാരെ എത്തിച്ചു. ഇതോടെ PGAയുടെ അപ്രമാദിത്വം നഷ്ടമാകാൻ തുടങ്ങി. ഒടുവിൽ ലിവ് ഗോൾഫുമായി PGA ടൂർ ലയിപ്പിക്കാൻ ഗതിയില്ലാതെ PGA ടൂറിന് സമ്മതിക്കേണ്ടി വന്നു. അതായിരുന്നു ഗോൾഫുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ നീക്കത്തിൽ ലോകം കണ്ടത്. ലിവ് ഗോൾഫ് ടൂർണമെന്റിൽ നിന്നുള്ള സാമ്പത്തിക പിന്തുണ 2026 സീസണോടെ അവസാനിപ്പിക്കാൻ സൗദിയുടെ PIF തീരുമാനിച്ചതായാണ് പുതിയ വാർത്ത. ഫണ്ടിന്റെ പുതിയ നിക്ഷേപ തന്ത്രങ്ങളുമായി ലിവ് ഗോൾഫ് പൊരുത്തപ്പെടാത്തതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ദീർഘകാല ലാഭക്ഷമതയും നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് ഈ ചുവടുമാറ്റമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലിവ് ഗോൾഫിന്റെ ബോർഡിലുണ്ടായിരുന്ന PIF ഡയറക്ടർമാർ സ്വമേധയാ രാജിവെക്കുകയും കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കായി സ്വതന്ത്ര കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്താണ് ഗോൾഫിൽ നിന്നുള്ള സൗദിയുടെ പിന്മാറ്റത്തിന് കാരണം? സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ കീഴിലുള്ള ലിവ് ഗോൾഫ് കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണ് നടത്തിയത്. ഏകദേശം $2 ബില്യൺ, അതായത് 16,000 കോടി രൂപ ഇതിനോടകം തന്നെ ഈ പദ്ധതിക്കായി സൗദി ചിലവഴിച്ചു കഴിഞ്ഞു. കളിക്കാർക്കുള്ള വമ്പൻ സൈനിങ് ബോണസുകൾ, ടൂർണമെന്റ് നടത്തിപ്പ്, സംരക്ഷണാവകാശം എന്നിവക്കായാണ് ഈ തുക പ്രധാനമായും ഉപയോഗിച്ചത്. കൂടാതെ PGA ടൂറുമായുള്ള ഭാവി സഹകരണത്തിനായി ഏകദേശം $3 ബില്യൺ കൂടി നിക്ഷേപിക്കാൻ സൗദി നീക്കം നടത്തുകയായിരുന്നു. ലോക ഗോൾഫ് റാങ്കിങ്ങിൽ മുൻനിരയിലുള്ള 50ഓളം പ്രമുഖ താരങ്ങളെയാണ് വൻ തുക നൽകി ലിവ് ഗോൾഫ് തങ്ങളുടെ പാളയത്തിലെത്തിച്ചത്. ഫിൽ മിക്കൽസൺ, ഡസ്റ്റിൻ ജോൺസൺ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്ക് പുറമെ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രൂക്സ് കോപ്കയെയും ജോൺ റാമിനെയും പോലുള്ളവരെ സ്വന്തമാക്കാൻ നൂറുകണക്കിന് $1 മില്യൺ ബോണസായി നൽകിയത്. PGA ടൂറിൽ നിന്ന് പ്രമുഖ കളിക്കാരെ അടർത്തിയെടുത്തത് ആഗോള ഗൾഫ് ലോകത്ത് വലിയ ചർച്ചകൾക്കും നിയമയുദ്ധങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്തു. അമേരിക്കയിലെ ആന്റി ട്രസ്റ്റ് നിയമങ്ങളും സെനറ്റിന്റെ ഇടപെടലുകളും സൗദിയുടെ ഗോൾഫ് നിക്ഷേപങ്ങൾക്ക് തടസ്സമായി നിന്നു. ഇതും സൗദിയെ പിന്മാറ്റത്തിനായി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ PIF പിന്തുണക്കുന്ന ലിവ് ഗോൾഫും അമേരിക്കൻ ആസ്ഥാനമായ PGA ടൂറും തമ്മിലുള്ള ലയന പ്രഖ്യാപനമാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ നിരീക്ഷണത്തിന് ഇടയാക്കിയത്. വിപണിയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കാനാണ് ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ എന്നാണ് US-ന്റെ വാദം. ഈ രണ്ട് വലിയ കായിക സംഘടനകൾ ഒന്നിക്കുമ്പോൾ ഗോൾഫ് മേഖലയിൽ ഒരു മോണോപോളി രൂപപ്പെടുമെന്ന് US വാദിക്കുന്നു. ഈ ലയനം മത്സരബുദ്ധിയുള്ള മറ്റൊരു ടൂർണമെന്റ് ഇല്ലാതാക്കാൻ കാരണമാകുമോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നതും. US സെനറ്റ് സമിതികൾ ഈ നിക്ഷേപത്തെ കേവലം സാമ്പത്തികമായല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും കാഴ്ചപ്പാടിലൂടെയും കണ്ടു. അമേരിക്കൻ കായിക സ്ഥാപനങ്ങളിൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശ ഗവൺമെന്റിന്റെ കീഴിലുള്ള നിക്ഷേപ ഫണ്ട് വലിയ തോതിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് സെനറ്റർമാർ ചോദ്യം ചെയ്തു. ഇത് സൗദി അറേബ്യയുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണെന്നും അമേരിക്കൻ താൽപര്യങ്ങളെ ബാധിക്കുമെന്നുമാണ് സെനറ്റ് കമ്മിറ്റിയുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് സൗദിയിലെ നിക്ഷേപകരോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതുൾപ്പെടെ സൗദിയുടെ പിന്മാറ്റ നീക്കത്തിന് കാരണമായിട്ടുണ്ട്. സൗദിയുടെ നീക്കമാകട്ടെ US-ന് നിക്ഷേപ രംഗത്ത് വലിയ നഷ്ടവും സൃഷ്ടിക്കും. ലിവ് ഗോൾഫിൽ നിന്നുള്ള താൽക്കാലിക പിന്മാറ്റം കായിക മേഖലയോടുള്ള സൗദിയുടെ താൽപര്യം കുറയുന്നതിനാലല്ല, മറിച്ച്
നിക്ഷേപങ്ങളുടെ മുൻഗണനാക്രമം മാറുന്നതുകൊണ്ട് കൂടിയാണ്. പ്രാദേശിക ഫുട്ബോൾ ക്ലബ്ബുകളുടെ സ്വകാര്യവൽക്കരണത്തിലൂടെ ആഭ്യന്തര കായിക വിപണിയെ ശക്തമാക്കാനാണ് ഇപ്പോൾ സൗദി ശ്രമിക്കുന്നത്. കൂടാതെ SRJ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റിലൂടെ മിക്സ്ഡ് മാർഷൽ ആർട്സ്, ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഡാസൻ എന്നിവയുമായി പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ന്യൂകാസിൽ യുണൈറ്റഡ് പോലെയുള്ള ആഗോള ആസ്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമാണ് സൗദിയുടെ നീക്കം. മറ്റൊരു കാരണം കൂടി ഇതിനുണ്ട്. സൗദി വിഷൻ 2030 മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിനിടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് 2026-2030 കാലയളവിലേക്കായി പുതിയ പഞ്ചവത്സര പദ്ധതിക്കും അംഗീകാരം നൽകി. പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതോടൊപ്പം നിക്ഷേപങ്ങളിൽ നിന്നും കുറഞ്ഞത് 7% വാർഷിക ലാഭം ഉറപ്പാക്കിയിരിക്കണം എന്നതാണ് പുതിയ സ്ട്രാറ്റജി. ആഭ്യന്തരമായി ഏകദേശം 750 ബില്യൺ റിയാലിന്റെ നിക്ഷേപം ഇതിനകം നടത്തിയ ഫണ്ട് ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. ൽ 500 ബില്യൺ റിയാൽ മാത്രമായിരുന്നു PIFന്റെ ആസ്തി. നിലവിൽ 3 ട്രില്യൺ റിയാൽ കടന്നു എന്നത് PIFന്റെ അസാമാന്യ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതോടെ 75 ബില്യൺ റിയാലിലധികം വിദേശ നിക്ഷേപം ആകർഷിക്കാനും സൗദിക്ക് സാധിച്ചു. ചുരുക്കത്തിൽ ലിവ് ഗോൾഫ് പോലെയുള്ള പരീക്ഷയിൽ നിന്നും മാറി കൂടുതൽ ലാഭകരവും രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തിന് സഹായിക്കുന്നതുമായ മേഖലയിലേക്ക് പുനർവിന്യസിക്കുകയാണ് സൗദി അവരുടെ ഫണ്ടിലൂടെ ചെയ്യുന്നത്. ഇതോടൊപ്പം US നിക്ഷേപ മേഖലയിൽ നിന്നും സൗദി പിന്മാറുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ നീക്കമായും വിലയിരുത്തപ്പെടുന്നു.